വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? 8ാം ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട ചില നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുവരെ ഒന്നും എക്സാമിന് പഠിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലേക്കും പോകാം മക്കളെ. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പ്രധാനമായും എക്സാമുകൾക്കൊക്കെ കാണാറുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിലേക്കാണ് സാർ ആദ്യം തന്നെ കൊണ്ടുപോകുന്നത്. ഒരു ഭാഗത്ത് മക്കൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള റൈറ്റേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള രചയിതാക്കളെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. മറ്റൊരു ഭാഗത്ത് പ്രധാനപ്പെട്ട ബുക്സുകളാണ്, അവർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് നോക്കി ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം കാളിദാസൻ, അതുപോലെ വരാഹമിഹിരൻ, അതുപോലെ അമരസിംഹൻ, അതുപോലെ വിശാഖദത്തൻ എന്ന് പറയുന്ന ആളുകളെ കാണാം. ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാം മുദ്രാക്ഷ സിംഹാസനം, അതുപോലെ അമരകോശം, അതുപോലെ ബൃഹത് ജാതക, അതുപോലെ മാളവികാത്മമിത്രം എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായി അവരെന്ത് ചെയ്യണം, മാച്ച് ദ ഫോളോയിങ് നമുക്കാണ്, ചേരുംപടിയാണ്, നമുക്ക് കൃത്യമായി ഓരോന്നും ഏതെന്ന് യോജിപ്പിച്ച് എഴുതണം. ഇത് എഴുതുന്ന സമയത്ത് മിക്കവാറും മക്കളെ കാണേണ്ടത് എന്താണെന്നറിയോ? ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നും വരച്ച് ഇങ്ങനെ കാണിച്ചു തരാം. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ കൃത്യമായി ഓരോന്നിൻ്റെ നേരെ തന്നെ അത് ഏതാണോ വരിക അത് അനുയോജ്യമായിട്ടാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കുക, ഇതിൽ കാളിദാസന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ് ഇത് മാളവികാത്മമിത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് കാളിദാസന്റെ ആണ് ഇത് മാളവികാത്മമിത്രം. നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ എക്സാം പേപ്പറിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലേ. നിങ്ങൾ ഇത് ജസ്റ്റ് ഓരോന്നിനും നേരെയാണ് എഴുതേണ്ടത്. അതുപോലെ വരാഹമിഹിരൻ്റെതാണ് ഇത് ബൃഹത് ജാതകയാണ് വരാഹമിഹിരൻ. അമരസിംഹൻ, ആ പേര് തന്നെ ഉണ്ട്, അമരകോശമാണ് അമരസിംഹന്റേത്, കൃത്യമായി നമുക്കറിയാം. അതുപോലെ വിശാഖദത്തൻ്റെതാണ് പ്രധാനമായിട്ട് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതുപോലെ മുദ്രാക്ഷമാണ് ഇത്, മുദ്രാക്ഷ രാക്ഷസം എന്ന് പറയുന്നതാണ്. ഈ മുദ്രാ രാക്ഷസമാണ് ആരുത്, വിശാഖദത്തൻ്റെത്. കൃത്യമായി നമുക്ക് കിട്ടി. അപ്പം ഇതിൻ്റെ ഒരു ജസ്റ്റ് മക്കളെ ലാസ്റ്റത്തെ ഞാനൊന്ന് ജസ്റ്റ് ഇതാ, ഒരു കൺഫ്യൂഷൻ വേണ്ട, അവസാനത്തത് ഞാൻ ഇങ്ങനെ വരച്ചു. ജസ്റ്റ് ഇതിൻ്റെ ഉത്തരം ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൃത്യമായ എൻ്റെ ഉത്തരം ഇതാണ്. ഓരോന്നിൻ്റെയും നേരെ കാണാം. ഇനി നമുക്കിത് എന്തെങ്കിലും തരത്തിലേക്ക് ഇത് ഓർമ്മിച്ച് വെക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ മക്കൾ, ഇവിടെ ശ്രദ്ധിച്ചോളൂ, സിമ്പിളായിട്ട് നമുക്ക് ഓർമ്മിച്ച് വെക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാളിദാസൻ്റെതാണ് മാളവികാത്മിക മിത്രം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്ക്, കാളിദാസൻ നിങ്ങൾക്ക് അറിയുന്നതാണ്, ആ പേരറിയാം. നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഈ പറയുന്ന ജയറാം അല്ലേ, ജയറാമിൻ്റെ മകനാണ് കാളിദാസൻ. ഈ സിനിമയിൽ നിങ്ങൾക്കറിയാലോ, അദ്ദേഹം ഒരു ആക്ടറാണ്. അതേപോലെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, മാളവിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ജയറാമിൻ്റെ 2 മക്കളുടെ പേരാണ് കാളിദാസനും മാളവികയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കാളിദാസൻ്റെതാണ് ഇത് മാളവികാത്മിക മിത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മാളവികയും കാളിദാസൻ എന്നുള്ളത് നിങ്ങൾക്ക് അവരെ 2 ആൾക്കാരെയും പേര് ഓർത്താൽ മതി കേട്ടോ. ജയറാമിൻ്റെ 2 കുട്ടികളെ പേര് എന്നുള്ളത് ഓർത്ത് വെക്കാം സിമ്പിളായിട്ട്. അതേപോലെ നോക്ക്, വരാഹമിഹിരൻ്റെതാണ് ഇത് ബൃഹത് ജാതക. ഒറ്റ കാര്യം ഓർത്താൽ മതി, ഈ വരാഹം എന്നുള്ളതിൻ്റെ ഭാഗത്ത് നിങ്ങൾ എന്ത് ഓർത്താൽ മതി, വരാൽ എന്ന് ഓർത്താൽ മതി. വരാൽ സാധാരണക്കാരൻ വരാൽ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരു മീനാണ് വരാൽ. വരാൽ നല്ല പൊരിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക, വരാൽ നന്നായിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നല്ല ടേസ്റ്റ് ആണ് അല്ലേ. വരാൽ പൊരിച്ചതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോൾ ബൃഹത് ആണ് എന്ന് ഓർത്തുക. ബൃഹത് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, അത് നല്ല ഒരു സാധനത്തിലല്ലേ, ഇതൊരു ബൃഹത് പദ്ധതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വരാൽ പൊരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഭയങ്കര സംഭവമാണ്, ബൃഹത് ആണ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. വരാഹമിഹിരൻ ഏതാണ്, ബൃഹത് ജാതകൻ എന്നുള്ളത് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ കിട്ടും. അതേപോലെ ഇനി സിമ്പിൾ അല്ലേ, നിങ്ങൾ നോക്ക്, അമരസിംഹൻ്റെതാണ് അമരകോശം, ആ പേരിൽ തന്നെ ഉണ്ട് 2 അല്ലേ. പിന്നെ അതുപോലെ വിശാഖദത്തൻ മുദ്ര രാക്ഷസം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചേരുംപടി ചേർക്കുന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ ആദ്യം ചെയ്യേണ്ടത് അറിയുന്നത് ആദ്യം എടുത്ത് എഴുതുക. പിന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും, പിന്നെ ഒട്ടും അറിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഗസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിളായിട്ട് 4 മാർക്കൊക്കെ നേടാൻ പറ്റുന്ന ചോദ്യമാണ്. ഒരിക്കലും ഇത് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകാം. മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ദാറ്റ് ആർ മെൻഷൻഡ് ഇൻ ദ അർദ്ധശാസ്ത്ര? അർദ്ധശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിവിധ തരം നികുതികൾ ഏവ എന്നുള്ളതാണ് ചോദ്യം. മക്കളെ ശ്രദ്ധിച്ചോ, സിമ്പിളായിട്ട് നമുക്ക് കാണാം. ഏതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന 4 ടൈപ്പ് ഓഫ് നികുതികളുണ്ട്. ഭാഗ, ബലി, അതുപോലെ തന്നെ ഉദക ഭാഗ, അതുപോലെ ശൂൽക്ക എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഭാഗ എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ലാൻഡ് ആണ്, ഭൂനികുതിയാണ് പറയുന്നത് അല്ലേ. അതേപോലെ ബലി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രധാനമായിട്ടും ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ടാക്സ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് ആണ്, പഴങ്ങളും പൂന്തോട്ടങ്ങളും മേലുള്ള നികുതിയാണ് ഇത് ഈ പറയുന്ന ബലി എന്ന് പറയുന്നത്. അതുപോലെ ഉദകഭാഗ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ടാക്സ് ഓൺ വാട്ടർ ആണ്, അതായത് നമുക്കറിയാം ജലനികുതിയാണ്. ലാസ്റ്റ് വൺ ശൂൽക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, കയറ്റുമതി ഇറക്കുമതി മേലുള്ള നികുതിയാണ്, അല്ലെങ്കിൽ ദ ടാക്സ് ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാം. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, ഇത് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും മക്കളെ. ഇത് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഒറ്റ സാധനം നോക്കിയോളൂ. നമ്മൾ സാധാരണ ലാൻഡ് അല്ലെങ്കിൽ ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഭൂമി കിട്ടി കഴിഞ്ഞാൽ പല ഭാഗങ്ങളാക്കി നമ്മൾ തിരിക്കാറുണ്ട്. അപ്പം ആ പേരിൽ തന്നെ ഉണ്ട് ഭൂനികുതി ഭാഗം അല്ലേ, ഭൂ
ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ പല ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും തിരിക്കും. നിങ്ങൾക്കൊരു ഭൂമി തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ പല ഭാഗങ്ങളായിട്ട് തിരിക്കും. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് ഭൂമി നികുതി, എന്താണ് ഭാഗ എന്നുമ്പോൾ അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി മക്കൾ നോക്കിക്കോളി, ബലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രൂട്ട്സും ഫ്ലവേഴ്സിൻ്റെയും മുകളിലുള്ള ടാക്സ് ആണ് അല്ലേ. പ്രധാനമായിട്ട് പഴങ്ങളും ഇതുപോലെ പൂന്തോട്ടങ്ങൾക്കും മേലുള്ളതാണ് ബലി. ബലി എന്ന് വേണ്ട, നിങ്ങൾ വലി എന്ന് ഓർത്തോളി. വലി ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളെ വീട്ടിൽ മാങ്ങയുണ്ട്, മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, തോട്ടി കെട്ടുന്നു, തോട്ടി കെട്ടി ഒരു വലി വലിക്കുകയാണ്. ആ വലി വലിക്കുമ്പോൾ എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് താഴെ വീകും. അപ്പം അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പം ഫ്രൂട്ട്സ് എന്ന് ഓർക്കുക, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബലി എന്ന് പറയുമ്പോൾ വലി എന്ന് ഓർക്കുക. എന്ത് വലിക്കാനാണ്, ഫ്രൂട്ട്സ് വലിച്ച് താഴെ ഇടുന്നു എന്ന് ഓർത്ത് വെച്ചോളാം. അങ്ങനെ സിമ്പിളായിട്ട് അത് നിങ്ങൾക്ക് ഒരു കോഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർക്കാൻ പറ്റും. പിന്നെ നോക്ക്, ഉദകഭാഗ എന്ന് പറഞ്ഞാൽ ജലനികുതിയാണ്. അതിന് പ്രത്യേകിച്ച് എന്തില്ല, ഇതുപോലെ കോഡുകളൊന്നുമില്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് വെച്ചോളാം. പക്ഷേ അടുത്തതിന് കോഡുണ്ട്. അടുത്ത നോക്കിക്കോട്ടോ, ശൂൽക്ക ആണ്. ശൂൽക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ ശൂൽക്ക മീൻസ് എന്താണ്, ടാക്സ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതുപോലെ ഈ കയറ്റുമതിക്കാണ് എക്സ്പോർട്ട്, അതുപോലെ ഇത് എക്സ്പോർട്ട് ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇമ്പോർട്ടാണ്. ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി എന്നുള്ളതാണ് നമുക്കറിയാം, നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യമുള്ളൂ. മക്കൾ ഒറ്റ കാര്യം ഓർത്തിച്ചാൽ മതി. സാധാരണ ശൂലം എന്ന് ഓർക്കുക, ശൂൽക്കയ്ക്ക് പരങ്ങൾ എന്തോർക്കുക, ശൂലം എന്നോർക്കുക. ശൂലാണ്. ശൂലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മക്കൾ പലപ്പോഴും ഈ ശൂലം മക്കൾ കണ്ടിട്ടുണ്ടാവും. ശൂലം ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ശൂലം എന്ന് വരയ്ക്കുകയാണ്. ശൂലം അതായത് ഇപ്പോൾ എങ്ങനെയാ ഇപ്പോൾ ഒരു ശൂലം വരയ്ക്കുക, ഇതുപോലെ ശൂലം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സംഭവമല്ലേ ശൂലം. നിങ്ങൾ കണ്ടില്ല, ഇതേപോലെ ഒരു ശൂലാണ് ശൂലം എന്ന് പറഞ്ഞാൽ ഇതേപോലെ അല്ലേ എങ്ങനെ ഉണ്ടാവുക, ഈ രീതിയിലല്ലേ ശൂലം ഉണ്ടാവുക, നിങ്ങൾ ഉണ്ടാവും ശൂലം. അപ്പോൾ മക്കൾ ഓർക്കുക, ഈ ശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾക്കറിയാം, ശൂലമൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യും, കയറ്റുന്നു, അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഇറക്കുകയും ചെയ്യും. ശൂലം അങ്ങനെ ചെയ്യുക, ഒരു കുത്തുന്നു, അതുപോലെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ഇതാ ഇവിടെ ഉണ്ട് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് എന്ത് ചെയ്യാണ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, മുകളിലേക്ക് കയറ്റുമതി ചെയ്യുക. ഇതുപോലെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഇറക്കുകയാണ്. അപ്പോൾ നമ്മൾ ശൂലം കുത്തുക, ശൂലം ഇറക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, അത് ഇതുപോലെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ശൂൽക്ക എന്ന് പറഞ്ഞാൽ ശൂലം എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ളത് സിമ്പിളായിട്ടും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്ക്, വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലൊരു 3 എണ്ണം നിങ്ങൾക്ക് ഒരു കോഡിലൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ അല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, പ്രധാനമായിട്ടും ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏത് എന്നുള്ളതാണ് എക്സാമുകൾക്കൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെറും 4 പോയിന്റാണ് മക്കൾ പഠിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ, എന്താണ്, ഇക്വിറ്റി, അതുപോലെ ഗ്രോത്ത്, അതുപോലെ സെൽഫ് റിലയൻസ്, അതുപോലെ മോഡേണൈസേഷൻ കേട്ടോ. അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ മക്കൾക്കറിയാം തുല്യത എന്നുള്ളതാണ്. അതുപോലെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയത്വമാണ്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണമാണ്. അപ്പോൾ ഈ 4 പോയിന്റ് എടുത്ത് വെച്ചോളാം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മക്കളെ, ഇത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ. ഒരു എക്സാമിന് ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് എളുപ്പത്തിൽ മാർക്ക് നേടാവുന്ന നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമായും ഇത് പഠിച്ചിരിക്കണം, എന്നിട്ടേ നിങ്ങൾ എക്സാം എഴുതാൻ പോകാൻ പാടുള്ളൂ. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. കൂടാതെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ നിങ്ങൾ കാണുന്നത് ജിതിൻ സാറെയാണ്, കേൾക്കുന്നത് ജിതിൻ സാറെയാണ്. നമുക്ക് കാണാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്.